ഞങ്ങൾക്ക് വടകരയിൽ ഒരു വ്യാജ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പറയാൻ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയം പറയുമ്പോൾ പൊള്ളരുത്. കോവിഡ് കാലത്ത് ഞാനും നിങ്ങളും ഒന്ന് ചുമച്ചാൽ, ഒന്ന് തുമ്മിയാൽ മരിച്ചു പോകുമോ എന്ന ജീവഭയം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെ പറ്റിച്ച് അഴിമതി നടത്തിയാൽ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും. 500 രൂപ വിലയുള്ള മാസ്ക്, പിന്നെ PPE കിറ്റ്, 500 രൂപ വിലയുള്ള PPE കിറ്റ് അതേ ദിവസം തന്നെ 500 രൂപയ്ക്ക് നിപ്പയുടെ കാലത്ത് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി 500 രൂപയ്ക്ക് തരുന്ന ദിവസം തന്നെ 1500 രൂപയ്ക്ക് ഊരും പേരുമില്ലാത്ത ഇന്ത്യയിലെ വ്യവസായ വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് 2014 ആണ്ടിന് ശേഷം യാതൊരു തരത്തിലുമുള്ള കണക്ക് കൊടുത്തിട്ടില്ലാത്തൊരു കമ്പനിക്ക്, ഒരു പേപ്പർ കമ്പനിക്ക് 1500 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ തീരുമാനമെടുത്താൽ ഞങ്ങൾ വടകരയിൽ ചോദ്യം ചെയ്യും. ഇന്നലെയും ചോദ്യം ചെയ്യും, ഇന്നും ചോദ്യം ചെയ്യും, നാളെയും ചോദ്യം ചെയ്യും. 6 രൂപ 25 പൈസ വിലയുള്ള മാസ്ക്, ആ ഗ്ലൗസ് 6 രൂപ 25 പൈസ വിലയുള്ള മാസ്കിന് 11 രൂപ 25 പൈസയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ ഇനിയും വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യും രാഷ്ട്രീയമായി. കോവിഡ് പ്രതിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം കോവിഡ് വ്യാപിച്ച സംസ്ഥാനം. മഹാരാഷ്ട്രയിലെ ആകെ ജനസംഖ്യ 13 കോടി, കേരളത്തിലെ ജനസംഖ്യ 3 കോടി. മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് കേസുകൾ 78 ലക്ഷം, കേരളത്തിലാകെ കോവിഡ് കേസുകൾ 65 ലക്ഷം. ജനസംഖ്യയിൽ 10 കോടിയുടെ വ്യത്യാസം. പക്ഷേ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വെറും 13 ലക്ഷത്തിൻ്റെ മാത്രം വ്യത്യാസം. ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ട, ചോദ്യം ചെയ്യും. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മുഖത്ത് 51 വെട്ടി കൊന്ന കേസിനകത്തെ കോടതി ശിക്ഷിച്ച, അപ്പീൽ പോയിട്ടും ശിക്ഷിച്ച പ്രതിയായ കുഞ്ഞനന്ദന് സ്തുതി പാടിയാൽ ഞങ്ങളത് ചോദ്യം ചെയ്യും, ഇനിയും ചോദ്യം ചെയ്യും. പാനൂരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ, കഴിഞ്ഞ തവണ ഞങ്ങളുടെ മൻസൂറിനെ കൊന്നതുപോലെ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ വീണ്ടും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി CPMൻ്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുകയും 2 DYFI പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ വിഷയം അത് പ്രാദേശിക ബോംബല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട, ലെവലേശം മടിയില്ലാതെ ഞങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്യും. ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും. ആ രാഷ്ട്രീയം ഞങ്ങൾ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുടെ അറിവോട് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തു, സ്ഥാനാർത്ഥിയുടെ പേജിലൂടെ എന്തൊക്കെയോ ചെയ്തു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർത്താൽ ആ പ്രതിരോധത്തിലൊന്നും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പ്രതിരോധിക്കപ്പെടില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം തീവ്രമായി പറയും. വടകരയിലെ ജനം അത് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുടെ പേരിൽ ഇങ്ങനെയൊക്കെ വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയാൽ വടകരയിലെ ജനം മറുപടി പറയും. ജനത്തെ വെച്ച് ഞങ്ങൾ മറുപടി പറയിക്കുള്ളൂ. ഞങ്ങൾക്കല്ലാതെ ബോംബെറിയുന്ന പരിപാടിയില്ലല്ലോ. ഞങ്ങൾ ബോംബെറിയില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയില്ല. പക്ഷേ വടകരയിലെ ജനം മറുപടി പറയും. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞോ? ഈ വിഷയം കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു, ഈ വിഷയം കഴിഞ്ഞോ? ഈ വിഷയം കഴിഞ്ഞെങ്കിൽ അങ്ങ് ചോദിക്കുന്ന അടുത്ത വിഷയത്തിലേക്ക് വരാം. ഞാൻ അങ്ങ് പറയുന്ന എല്ലാ ചോദ്യത്തിനും, ദേശാഭിമാനിയുടെ അവസാനത്തെ ചോദ്യത്തിനും വരെ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിലെ അങ്ങേക്ക് എല്ലാം ക്ലാരിറ്റി ആയോ? അതല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ തെളിയിക്കണം. ഞാൻ എൻ്റെ നേതൃത്വം, നിങ്ങളുടെ പത്രമാണ്, അങ്ങയുടെ പത്രമാണ്. അല്ല, മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞാൽ അങ്ങ് ഒച്ച വെച്ചാൽ, അല്ല അങ്ങ് ഒച്ച വെച്ചാൽ എൻ്റെ ചോദ്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല. എൻ്റെ ചോദ്യങ്ങളില്ലാതെ ഞാൻ മീഡിയ വൺ എന്ന് പറഞ്ഞേനെ, ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞേനെ, ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞേനെ. ഞാൻ പറയട്ടെ ഞാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞേനെ. പക്ഷെ അവരാരും എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്തില്ല. എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്ത പത്രം, എനിക്കെതിരെ വ്യാജമായ വാർത്ത കൊടുത്ത ചാനൽ, ആ ചാനലിനോട് തിരിച്ചെനിക്കും ചോദ്യമുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളിൽ എനിക്ക് തെളിവുകൾ പറയാം. നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തെളിവ് ഹാജരാക്ക്, എളുപ്പമല്ലേ? എന്തിനാണ് നിങ്ങൾ നിയമ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് വയ്ക്കല്ലേ? എന്നെ അങ്ങ് പൊളിക്കാൻ പാടില്ലേ? നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ ആ വ്യാജ വീഡിയോ ഞാൻ ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവൊന്ന് പുറത്തുവിട്. ഞാനൊരു വ്യാജ ചിത്രം ഉണ്ടാക്കി, ആ വ്യാജ ചിത്രത്തിൻ്റെ തെളിവ് നിങ്ങൾ പുറത്തുവിടും. അല്ലത് പുറത്തുവിടുക. നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞത്, അല്ലല്ല ഞാൻ പറയട്ടെ, ദേശാഭിമാനിയുടെ പശ്ചാത്തലം അങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചും പറയാം.
ദേശാഭിമാനി ഏതെങ്കിലും വിഷയത്തിൽ തിരുത്തൽ പറഞ്ഞിട്ടുണ്ടോ? മറിയക്കുട്ടി ചേട്ടത്തിയുടെ മകളുടെ നെതർലാൻഡ്സിൽ ജോലി ചെയ്യുന്ന മകളുടെ ആ വലിയ ആഡംബര ബംഗ്ലാവ് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആന്തൂര സാജൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം, അല്ല പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം അങ്ങേക്ക്, ആന്തൂര സാജൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഭാര്യയുടെ ആ അജ്ഞാത കാമുകനെ ഇതുവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ്റെ ദുർനടപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ് നിങ്ങൾ പറഞ്ഞിട്ട് ആ ദുർനടപ്പിൻ്റെ തെളിവ് വർഷം ഇത്രയായില്ലേ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത അങ്ങ് എഴുതി വിട്ടാൽ മതി. ഞങ്ങൾക്ക് എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, മനോരമയിൽ താങ്കൾ കാണീത് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെന്നോ എൻ്റെ നേതൃത്വത്തിൽ ഒരു വിഷ്വൽ ഉണ്ടാക്കിയെന്നോ മനോരമയിൽ വന്ന വാർത്ത മനോരമയിൽ വന്ന മറിയക്കുട്ടി ചേട്ടത്തിയുടെ വിഷയത്തിൽ ഏത് വാർത്തയാണ് ഞാൻ പറഞ്ഞത് ദേശാഭിമാനി തിരുത്തൽ കൊടുത്തതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരണോ? തിരുത്തലല്ലാത്ത രീതിയിൽ തിരുത്തൽ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരണോ? അങ്ങ് സമയം തന്നാൽ മതി, എടുത്തു തരാം. ഞാൻ പറഞ്ഞത് ദേശാഭിമാനിക്ക് എന്തും എഴുതി വിടാം, ആരെയും എന്തും പറയാം. അത് മരണപ്പെട്ടവനെന്നോ കൊല്ലപ്പെട്ടവനെന്നോ നിങ്ങൾ കൊന്നവനെന്നോ ഒന്നും നോട്ടമില്ലാതെ ആരെയും നിങ്ങളുടെ ഗുണ്ടകൾ ആദ്യം പോയി വെട്ടിക്കൊല്ലും, അതിനുശേഷം നിങ്ങൾ എഴുതിക്കൊല്ലും. അതിൽ കൊല്ലപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതിൽ അങ്ങേ വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല. അങ്ങയുടെ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങയുടെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ മാധ്യമ സമ്മേളനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ ചോദ്യമാണെന്ന് ഒരു മാധ്യമ റൂൾ ബുക്കിലും ഇല്ല. എനിക്കും ചോദ്യങ്ങളുണ്ട്. എന്നെപ്പറ്റി അടിസ്ഥാനരഹിതമായൊരു വാർത്ത വന്നാൽ ഞാൻ ചോദിക്കും. ആ ചോദ്യം ഉന്നയിച്ചുള്ളൂ. അങ്ങേക്ക് അതിനകത്ത് നീരസം തോന്നേണ്ട കാര്യമില്ല.